ഇപ്പോൾ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ സുദർശൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുദർശൻ, താങ്കൾ ഈ പോലീസ് നടപടികൾ നടക്കുന്ന സ്ഥലത്തുണ്ടോ? സ്പോട്ടിലുണ്ടല്ലേ? നമ്മൾ ഈ മാധ്യമങ്ങൾക്കൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്? ഇപ്പൊ ഈ ബോഡി പുറത്തെടുത്തിട്ടുണ്ട്. ഈ ആഴത്തിലല്ല കുഴിച്ചു മൂടിയിരുന്നത്. അതോടൊപ്പം തന്നെ 10 ദിവസത്തിലധികമായി ഈ ബോഡി ഇവിടെ കുഴിച്ചിട്ടിട്ട് ബോഡി തീർത്തിട്ടുണ്ട്. ബോഡി അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അവരുടെ ശരീരത്തിന്റെ ഒരു ആകൃതി അനുസരിച്ചാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ കുടുംബം വിജയലക്ഷ്മിയാണെന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? തിരിച്ചറിഞ്ഞു. അപ്പോ നിങ്ങൾ ഈ കുഴിക്കുന്ന തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടല്ലേ ശ്രീ സുദർശൻ? അതെ, ഞാൻ ഈ സ്പോട്ടിലുണ്ട്. മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. വലിയ ആഴത്തിലായിരുന്നില്ല കുഴി അല്ലേ? അതെ, വലിയ ആഴത്തിലായിരുന്നില്ല. അഴുകിയിട്ടുമില്ല, അതായത് താങ്കൾ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ ചീർത്ത നിലയിലാണ്. പൊതി മാത്രമേ പൊളിഞ്ഞു പോയിട്ടുള്ളൂ. ഈ സ്ത്രീയാണെന്നും ഇത് തങ്ങളുടെ സഹോദരിയാണെന്നും അതായത് കുടുംബാംഗമാണെന്നും ഒക്കെ ഫാമിലി ഈ മൃതദേഹം കണ്ട് തിരിച്ചറിഞ്ഞു. ഇത് ഈ 6-ാം തീയതി കാണാതായ ആൾ അന്ന് തന്നെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് FIR-ലെയും ഈ ജയചന്ദ്രൻ നൽകിയ മൊഴിയിലെയൊക്കെ വിവരങ്ങൾ. ഏതാണ്ട് അത് സൂചിപ്പിക്കുന്ന പോലെയാണ് മൃതദേഹം അല്ലേ? അതെ, അത് തന്നെയാണ്. അയാൾ പറഞ്ഞ പോലെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഇവിടെ കൊന്ന് അയാൾ ഈ കുഴിയെടുത്ത് തൊട്ടടുത്ത പറമ്പിൽ തന്നെ കുഴിച്ചു മൂടി. അവിടെ താമസമില്ലാത്ത ഒരു പുരയിടം തന്നെയുണ്ട്. 5 സെന്റ് പുരയിടം വേർതിരിച്ചിട്ടിരുന്നതാണ്. അവിടെ തന്നെയാണ്. ശ്രീ സുദർശൻ, ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കുടുംബം വിജയലക്ഷ്മി എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത്. ഒപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത്, താങ്കൾക്ക് ഈ സ്ഥലവും ഒക്കെ കൃത്യമായി അറിയാമല്ലോ, ഒരു ചെറിയ പുരയിടം, അവിടെ മാത്രമാണ് ആളില്ലാത്തത്, ചുറ്റുവട്ടത്തൊക്കെ വീടുകൾ നിറഞ്ഞു. അവിടെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത് എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്? തീർച്ചയായിട്ടും. കാരണം പൊതുസമൂഹത്തിൽ തന്നെ ഭയമുളാക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ചെയ്തികൾ. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു അയാൾ. മറ്റൊരു തരത്തിലേക്കുള്ള കുറ്റകൃത്യങ്ങളൊന്നും നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇപ്പൊ പോലീസിന്റെ നിഗമനവും പോലീസ് കണ്ടെത്തിയ പല കാര്യങ്ങളും പല സ്ത്രീകളുമായി ഇയാളുടെ ഫോൺ ചാറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വഴക്കുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നവും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുമായിട്ട് ഈ സ്ത്രീ ബന്ധപ്പെടുന്നു എന്നുള്ള സംശയമാണ് ഇത്തരത്തിലേക്ക് ആളുകളെ പറയുന്നത്. ശ്രീ സുദർശൻ, ഈ ജയചന്ദ്രൻ എത്ര നാളായി ഇവിടെ ഉണ്ട് ഈ സ്ഥലത്ത് കരൂരിൽ? ഇയാൾ പുറക്കാട് പഞ്ചായത്തിന്റെ 18-ാം വാർഡിലാണ് ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. കടൽ തീരപ്രദേശത്തുനിന്ന് മാറ്റി പാർപ്പിക്കുന്ന പദ്ധതി പ്രകാരം പുനർഗേഹം എന്ന പദ്ധതിയിലാണ് ഇയാൾക്ക് വീട് അനുവദിച്ച് 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം കിട്ടി പുറക്കാട് പഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗം 3-ാം വാർഡിലേക്ക് പുതിയതായി വീട് നിർമ്മിച്ച് താമസം മാറിയത്. ഇയാളെ കുറിച്ച് നാട്ടുകാർക്ക് അങ്ങനെ വലിയ അറിവില്ല അല്ലേ? അതെ, വലിയ അഭിപ്രായമോ അറിവോ നാട്ടുകാർക്കില്ല. അതിന് മുഴുവൻ സമയം മത്സ്യബന്ധനത്തിലും കടലിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ സുദർശൻ, ഈ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 6-ന് പകൽ തർക്കമുണ്ടായി, കൊല നടത്തി, രാത്രി മറവ് ചെയ്തു, അങ്ങനെയാണോ പോലീസ് മനസ്സിലാക്കുന്നത്? അതെ, പോലീസ് മനസ്സിലാക്കുന്നത്. ഈ കുഴിയെടുക്കുന്നതടക്കം രാത്രി നടത്തി പ്രതി നടത്തി. കാരണം ചുറ്റപ്പെട്ട ഒരു മതിലിന ചുറ്റപ്പെട്ട പ്രദേശം ഈ പ്രതിയുടെ വീടിൽ നിന്നും അങ്ങോട്ടേക്ക് കാലെടുത്ത് അപ്പുറത്തേക്ക് കയറാം. മറ്റുള്ളവരാരും ആ സ്ഥലത്ത് ശ്രദ്ധിക്കില്ല. മാത്രമല്ല, അവിടെ ഒരു വീട് വരാൻ പോകുന്നു, അതിന്റെ പണിയും തയ്യാറെടുപ്പും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ ഇതിന് മുകളിൽ ഒരു വീട് വരുമെന്ന് പ്രതി കരുതിയിട്ടുണ്ടാകാം അല്ലേ? അതെ. എന്നാൽ പോലീസ് ആഴത്തിനല്ലാതെ മൃതദേഹം കുഴിച്ചിട്ടപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണെങ്കിലും സ്മെല്ല് പുറത്തു വരും. അതെന്തായാലും അത് നാട്ടുകാരും തൊട്ടടുത്തുള്ളവരൊക്കെ വലിയ ആശങ്കയിലും ഭയപ്പാടിലുമാണ്. സുദർശൻ, ഇതിന്റെ മുകളിൽ ഈ മൃതദേഹം വെച്ചതിന്റെ മുകളിൽ കല്ല് പാകിയിരുന്നു. എങ്ങനെയായിരുന്നു ഇത് പുറത്തെടുക്കുമ്പോൾ കണ്ടത്? എന്താണ്? മണലും കുറച്ച് മറ്റു പൊടികളും ഒക്കെ മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് കല്ലും മണ്ണലും മാത്രമേ അവിടെ ഉള്ളൂ. അതായത് ഈ വീടിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മെറ്റലും കല്ലും അടക്കം അതിന്റെ മുകളിലുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം, ഇപ്പൊ ജയചന്ദ്രൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. മൃതദേഹവും കണ്ടു, ബന്ധുക്കൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ താങ്കൾ എന്താണ് ഈ പോലീസുമായി സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്? ഈ ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ഇത് കഴിയുമോ? ഒരു വീട്ടു പരിസരത്ത് ഒരാളെ പകല് കൊലപ്പെടുത്തുക, രാത്രി ആരും അറിയാതെ കുഴിച്ചിടുക, മറ്റാർക്കെങ്കിലും സഹായമുള്ളതായി പോലീസിന് സംശയമുണ്ടോ? പോലീസിന്റെ 2 ദിവസത്തെ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലിൽ
അയാൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം നിർവഹിച്ചത് എന്നുള്ള തരത്തിലേക്കാണ് പോലീസിന്റെ നിഗമനവും. ഏതായാലും കേരള പോലീസിന്റെ മികവുറ്റ അന്വേഷണം വലിയ തരത്തിലേക്ക് തന്നെ ഗൗരവത്തോടുകൂടി തന്നെ ഇത് കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. അത് കേരള പോലീസിനെ അഭിനന്ദിക്കണം. ശ്രീ സുദർശൻ, ഒരു കാര്യം കൂടി, ഈ ചുറ്റും വീടുകളുണ്ടല്ലോ, താങ്കൾ ആ സ്ഥലത്തിന്റെ ഒരു രീതി പറഞ്ഞു. അപ്പോൾ പകലൊരു തർക്കം നടക്കുകയും പിടിച്ചു തള്ളുക ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ചുറ്റുവട്ടത്തൊക്കെ വീടുകളുണ്ടല്ലോ, അവിടെ വെച്ചൊരു കൊലപാതകം നടക്കുക എന്നുള്ളത് വിശ്വസനീയമല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് പൂർണ്ണമായും ആ മൊഴി വിശ്വാസത്തിലെടുക്കുകയാണോ പോലീസ്? ഇയാൾ വൈകുന്നേരമാണ് ഇവരുമായിട്ട് ഇവിടെ വന്നത് എന്നുള്ളതാണ്. പകൽ സമയം ഇവിടെ വരാനുള്ള സാധ്യതയില്ല. കാരണം പകൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായും ഇവിടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ അത് കാണുമായിരുന്നു. അപ്പൊ വൈകുന്നേരത്ത് ഉള്ള സമയത്തോ മറ്റോ ആയിരിക്കണം ഇവിടെ വന്നിട്ടുള്ളത്. കൂടാതെ വീട്ടുകാരൊക്കെ എപ്പോഴേക്കാണ് വന്നത്? ഭാര്യയും മകനും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ ജയചന്ദ്രൻ? അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുജോലിക്ക് പോകുന്നതാണ്. അവര് 15 ദിവസം 20 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് വരുന്നത്. അതിനിടയ്ക്ക് ഒരു മകനുള്ളത്. ഈ മകനെ ഇവർ ആ ഭാര്യ വീട്ടിൽ, അത് പുന്നപ്പ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നില്ല, മകനോ ഭാര്യയോ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പോൾ ജയചന്ദ്രൻ നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിച്ചു, രാത്രി കുഴിച്ചിട്ടു എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, അല്ലെ? അതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിലേക്ക് ഈ സ്ത്രീയുമായിട്ടാണ് വരികയും ഇതിനോടൊപ്പം തന്നെ ഇത്തരത്തിലേക്ക് കൃത്യം നടന്ന് മറവുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പ്രദേശവാസികളും ഒക്കെ തന്നെ കരുതുന്നത്. വളരെയധികം നന്ദി. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുദർശനാണ് സംസാരിച്ചത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. 6-ാം തീയതി വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തിയ ദിവസം വീട്ടിൽ ജയചന്ദ്രന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നില്ല. ഭാര്യ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അവർ വീടുകളിൽ ജോലിക്ക് പോയാൽ കുറേ ദിവസത്തിന് ശേഷമാണ് മടങ്ങി വരാറ്. മകൻ ഭാര്യയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ആരുമില്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തിയാണ് ഈ വീട്ടിൽ വെച്ച് കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സ്ഥലത്ത് നിന്നിരുന്ന ആളാണ് സുദർശൻ. അദ്ദേഹം സൂചിപ്പിക്കുന്ന വിവരമനുസരിച്ച് ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ നിന്ന് പൂർണ്ണമായി തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ബന്ധുക്കൾ ഈ രൂപം വെച്ച് അത് വിജയലക്ഷ്മി എന്ന് തിരിച്ചറിഞ്ഞതായി പോലീസിനോട് പറഞ്ഞു എന്നുള്ള നിർണായക വിവരം കൂടിയാണ് സുദർശൻ പങ്കുവയ്ക്കുന്നത്.